മത്തി കറി വയ്ക്കാം. മത്തി മുളകിട്ട് വയ്ക്കാം. പാത്രം ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കരണ്ട് പോയി. കടുക് ഉലുവ ഇട്ട് കൊടുത്തു. കടുക് ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് പോയിട്ട് നന്നായി വഴറ്റാം. നന്നായിട്ട് പച്ചമുളക് മാറി വരണം. മുളകൊക്കെ അത്യാവശ്യം നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില, സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ പൊടിച്ച മുളക് പൊടിയാണ്, പൊടിപ്പിച്ചതാണ് മുളക്. അപ്പം ഞാനൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഗ്യാസ് കുറച്ച് വെച്ചു. മുളക് പൊടി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അല്ലാട്ടോ, സോറി, മല്ലിപ്പൊടി. മല്ലി മുളകൊക്കെ ഞാനിവിടെ പൊടിപ്പിക്കലാണ്. മല്ലി ഞാൻ ഇവിടെ വറുത്ത് പൊടിക്കുന്ന മല്ലിപ്പൊടിയാണ്. സാധാരണ ഞാൻ മല്ലിപ്പൊടി മേടിക്കാറില്ല. ഞാൻ മല്ലി മേടിച്ചിട്ട് വറുത്ത് പൊടിക്കും. അപ്പോൾ കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നല്ലോണം ഒരു ചെറിയ തക്കാളി, അരക്കിട്ട് നന്നായിട്ട് ഇളക്കി. പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വേണം തക്കാളി ഇടാൻ. അല്ലെങ്കിൽ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ പൊടികൾക്ക് ആ കളറ് വരില്ല. നന്നായിട്ട് ഇളക്കി പുളിവെള്ളം, കുടംപുളി ഞാൻ വെള്ളത്തിലിട്ടതാണ്, അതിലേക്ക് ഒഴിച്ചു. അത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് കുറച്ചുകൂടെ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ച് കുടംപുളി അതിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. കുടംപുളിയുടെ പുളി ഇതിലേക്ക് ഇറങ്ങി വരണം. ഗ്യാസ് ഒന്ന് കൂട്ടി വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. കുടംപുളിയുടെയും തക്കാളിയുടെയും ഒക്കെ നല്ലോണം തിളച്ച് വരണം. നമ്മുടെ തക്കാളിയും പുളിയൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് അതിൽ എണ്ണ തെളിഞ്ഞ് വരണം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മീന് ആവശ്യത്തിന് വെള്ളം.
ഇതിൽ കിടന്ന് നല്ലോണം തിളയ്ക്കണം. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. 2 സ്പൂൺ ഉപ്പ് പൊടി ഇടുവാണ്. നന്നായിട്ട് ഇളക്കി അപ്പം നമ്മുടെ മീൻകറിയുടെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. മുളകും പുളിയും വെള്ളവും ഒക്കെ കൂടി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീനിടാം. മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ നേരത്തെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി പുരട്ടി വെച്ചു. മീൻ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ചുമ്മാ മീനൊരു ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകും മറ്റേ മുളകും കൂടി ഒരുമിച്ച് പൊടിക്കുകയാണ്. അപ്പം മുളകിന് എരിവും കുറവായിരിക്കും, നല്ല കൊഴുപ്പും നല്ല കളറൊക്കെ ഉണ്ടാവും. അപ്പം മീൻ കറിക്കാണെങ്കിലും നല്ല കളറ് കിട്ടും. നമ്മുടെ മീൻ കറി തിളച്ച് വരണ്ട്. ഹായ്, നല്ല മണം. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. മീൻ കറിയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറുകി ഇനി കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറുകി നല്ല തിക്കായിട്ട് വരും. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കരിവേപ്പില മുള്ളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കുറുകി വന്നോളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉലുവ പൊടിച്ചത്. ഉലുവ ഞാനിവിടെ വറുത്ത് പൊടിച്ച ഉലുവയാണ്. അതിട്ട് കൊടുത്ത് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.